ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. തീയിൽ കുരുത്ത ഖത്താർ സിംഗിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സാൻ ഫ്രാൻസിസ്കോയിലെ ഒറിഗോൺ പ്രവിശ്യയിൽ വലിയൊരു യോഗം നടക്കുകയാണ്. യോഗത്തിലെ പ്രധാന പ്രാസംഗികനായിരുന്നു ലാല ഹർദയാൽ. ദേശസ്നേഹത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ഉജ്ജ്വലമായ ഒരു പ്രസംഗം തന്നെ അദ്ദേഹം അവിടെ നടത്തി. അതിനുശേഷം അദ്ദേഹം വലിയ സദസ്സിനെ നോക്കി പറഞ്ഞു, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധരായ യുവാക്കളെ എനിക്ക് ആവശ്യമുണ്ട്. അത് കേൾക്കേണ്ട താമസം 17 വയസ്സുള്ള ഒരു യുവാവ് ചാടി എണീറ്റു. എൻ്റെ പേര് ഖത്താർ സിംഗ്. ജന്മനാടിൻ്റെ മോചനത്തിനായി ജീവൻ പോലും ത്യജിക്കാൻ ഞാൻ തയ്യാർ. വൻ കയ്യടി ഉയർന്നു. ലാല ഹർദയാൽ അവനെ കെട്ടിപ്പുണർന്നു. 1913 മാർച്ച് 25-നായിരുന്നു ഈ സംഭവം നടന്നത്. 1915 നവംബർ 16-ന് ഖത്താർ സിംഗിനെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. തൂക്കിക്കൊല്ലാനുള്ള വിധിയിൽ ജഡ്ജി എഴുതി, ഏറ്റവും പ്രായം കുറവാണെങ്കിലും ഏറ്റവും അപകടകാരിയാണ് ഖത്താർ സിംഗ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വിപ്ലവകാരികളുടെ എല്ലാ ഗൂഢാലോചനകൾക്കും അവൻ നേതൃത്വം നൽകുന്നു. ബ്രിട്ടീഷ് സർക്കാരിനെ തകർക്കാൻ കിട്ടുന്ന ഒരവസരവും അവൻ പാഴാക്കാറില്ല. സർക്കാരിന് അവൻ വലിയ ഭീഷണിയാണ്. തൂക്കിലേറ്റാനുള്ള വിധി പുഞ്ചിരിയോടെയാണ് ഖത്താർ സിംഗ് കേട്ടത്. വിധി വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ജഡ്ജിയോട് പറഞ്ഞു, വളരെ നന്ദി. മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഖത്താർ സിംഗ് 1896 മെയ് 24-ന് സരഭ ഗ്രാമത്തിലാണ് ജനിച്ചത്. പഞ്ചാബിലെ ലുധിയാന ജില്ലയിലായിരുന്നു ആ കൊച്ചു ഗ്രാമം. മാതാപിതാക്കളുടെ ഒരേ ഒരു മകനായിരുന്നു ഖത്താർ. നാട്ടിൽ 9ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ശേഷം ഒറീസയിൽ ഒരമ്മാവൻ്റെ അടുത്തേക്ക് തിരിച്ചു. അവിടെ പഠനം പൂർത്തിയാക്കി. പാഠപുസ്തകത്തിന് പുറമെ ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച നിരവധി പുസ്തകങ്ങളും ഖത്താർ തേടിപ്പിടിച്ചു വായിക്കുമായിരുന്നു. അങ്ങനെ ദേശസ്നേഹം അവനിൽ ആഴത്തിൽ വേരോടി. ഒരു ജോലി സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ 15-ാം വയസ്സിൽ ഖത്താർ ചില ബന്ധുക്കളോടൊപ്പം അമേരിക്കയിലേക്ക് തിരിച്ചു. അങ്ങനെയാണ് അവൻ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തുന്നത്. അവിടെ ഒരു വിമാന നിർമ്മാണ ഫാക്ടറിയിൽ ഖത്താറിന് ജോലി ലഭിച്ചു. അവിടെ വെള്ളക്കാർ ഏറ്റവും മോശമായ രീതിയിലാണ് ഇന്ത്യക്കാരോട് പെരുമാറിയിരുന്നത്. കറുത്ത വർഗ്ഗക്കാരെ നികൃഷ്ടരായി അവർ കണക്കാക്കി. വെള്ളക്കാരുടെ ഈ പെരുമാറ്റം ഇവനിൽ അവരോട് കടുത്ത വിദ്വേഷം വളർത്തി. വെള്ളക്കാരുടെ ഭരണത്തിൽ നിന്ന് ഭാരതത്തെ രക്ഷിക്കണം ഖത്താർ പ്രതിജ്ഞയെടുത്തു. സ്വാതന്ത്ര്യമോഹികളായ മറ്റു ചില ഇന്ത്യക്കാരെയും ഖത്താർ അമേരിക്കയിൽ പരിചയപ്പെട്ടു. അവിടെയുള്ള ഇന്ത്യൻ തൊഴിലാളികളെയെല്ലാം അദ്ദേഹം സംഘടിപ്പിച്ച് ആദ്യ മീറ്റിങ്ങിൽ തന്നെ വെറും 9 പേരെ സംബന്ധിച്ചുള്ളൂ. എന്നാൽ പിന്നീട് അത് കൂടിക്കൂടി വന്നു. അടിമകളെപ്പോലെ ഇങ്ങനെ ജീവിക്കുന്നതിലും 1000 മടങ്ങ് മെച്ചമാണ് മാതൃഭൂമിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നതെന്ന് തൊഴിലാളികളെ അദ്ദേഹം അറിയിച്ചു. 1912 മെയ്യിൽ അദ്ദേഹം വിളിച്ചുകൂട്ടിയ ഒരു യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മനസ്സും ശരീരവും സമ്പത്തും സമർപ്പിക്കാനായി പ്രതിജ്ഞയെടുത്തു. അതിനുശേഷമാണ് ലാല ഹർദയാലിനെ അദ്ദേഹം കണ്ടുമുട്ടിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഒരു പത്രം തുടങ്ങാൻ അവർ തീരുമാനിച്ചു. വൈകാതെ ഗദർ എന്ന പേരിൽ ആ പത്രം ആരംഭിക്കുകയും ചെയ്തു. പല ഭാഷകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഗദർ ഇന്ത്യക്കാർ ഉള്ള രാജ്യങ്ങളിലെല്ലാം അയച്ചു. പഞ്ചാബി ഭാഷയിൽ ഖത്താർ സിംഗ് ഇന്ത്യയിലും അത് പുറത്തിറക്കി. ഖത്താറിൻ്റെ ധീരമായ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും ആവേശമായി. ഒരു അമേരിക്കൻ നഗരത്തിൽ 1914 അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാക പറപ്പിച്ചു. ആ ഇടയ്ക്ക് 1ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യുദ്ധകാലത്ത് ഇംഗ്ലണ്ടിൻ്റെ നില ദുർബലമാണെന്ന് മനസ്സിലാക്കിയ ഖത്താർ സിംഗും കൂട്ടരും നാട്ടിൽ സ്വാതന്ത്ര്യത്തിൻ്റെ തിരികൊളുത്താൻ ഏറ്റവും പറ്റിയ സമയമാണിതെന്ന് കണക്കുകൂട്ടി. സ്വന്തമായുള്ളതെല്ലാം വിറ്റ് അവർ കഴിയുന്നത്ര ആയുധങ്ങളും വെടിക്കോപ്പുകളും വാങ്ങി. വിപ്ലവകാരികൾ ഖത്താർ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു. പക്ഷേ അവരുടെ രഹസ്യ പദ്ധതി ആരോ സർക്കാരിന് ഒറ്റുകൊടുത്തു. ഇന്ത്യൻ തീരത്ത് പോലീസുകാർ അവരെ കാത്തുനിന്നു. ആയുധങ്ങളുമായി ഏതാണ്ട് എല്ലാവരും പിടിയിലായി.
ഖത്താർ സിംഗും കുറച്ചു പേരും മാത്രം പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു. അവർ നേരെ പഞ്ചാബിലെത്തി. അമേരിക്കയിൽ നിന്ന് തന്നെ എത്തിയ മഹാരാഷ്ട്രക്കാരനായ വിഷ്ണു ഗണേശ് പിംഗളെ കൂടാതെ സച്ചീന്ദ്രനാഥ് സന്യാൽ, റാഷ് ബിഹാരി ബോസ് എന്നീ നേതാക്കളെല്ലാം പഞ്ചാബിൽ ഒത്തുകൂടി. ഇന്ത്യയാകമാനം ഒറ്റയടിക്ക് വിപ്ലവം ആരംഭിക്കണമെന്ന് റാഷ് ബിഹാരി ബോസ് അഭിപ്രായപ്പെട്ടു. എല്ലാവരും അതിനോട് യോജിച്ചു. പട്ടാള ബാരക്കുകളിൽ വിപ്ലവാഹ്വാനം പ്രചരിപ്പിക്കുന്ന ജോലി ഖത്താർ സിംഗ് ഏറ്റെടുത്തു. ഖത്താർ സിംഗ് പ്രവർത്തന നിരതനായി. എല്ലാ സ്ഥലത്തും ഓടി നടന്ന് ആയുധങ്ങൾ പല സ്ഥലത്ത് എത്തിക്കാനും വളരെ പണിപ്പെട്ടു. ഒരിടയ്ക്ക് പണമില്ലാതെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുമെന്ന നിലയിലായി. പണത്തിൻ്റെ കുറവുകൊണ്ട് വിപ്ലവം മാറ്റിവെക്കാൻ പാടില്ല. ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്ന ഖത്താർ പണം ഉണ്ടാക്കാൻ മോഷണത്തിന് വരെ സന്നദ്ധമായി. പക്ഷേ കൃപാൽ സിംഗ് എന്നൊരാൾ ഇക്കാര്യം സർക്കാരിന് ചോർത്തിക്കൊടുത്തു. ഇന്ത്യൻ സൈനികൻ അടക്കമുള്ള നിരവധി വിപ്ലവകാരികൾ അറസ്റ്റ് ചെയ്തു. ഖത്താർ സിംഗും റാഷ് ബിഹാരി ബോസും വിദഗ്ധമായി രക്ഷപ്പെട്ടു. ബോസ് ജപ്പാനിലേക്ക് തിരിച്ചു. ഖത്താർ ഒരു പട്ടാള വിപ്ലവം സംഘടിപ്പിക്കാനാണ് പിന്നീട് ശ്രമിച്ചത്. അതിനായി കേഡറ്റുകളെ സ്വാധീനിക്കുന്നതിനിടെ ഖത്താർ പിടിയിലായി. ജയിലിലും ഖത്താർ വെറുതെ ഇരുന്നില്ല. ജയിൽ തകർത്ത് തടവുകാരെ മോചിപ്പിക്കാനും അവരുമായി ചേർന്ന് വിപ്ലവം നടത്താനും പദ്ധതിയിട്ടു. പക്ഷേ ഒരു തടവുകാരൻ തന്നെ അതിനെക്കുറിച്ച് ജയിൽ അധികൃതർക്ക് വിവരം നൽകി. അങ്ങനെ ആ പദ്ധതിയും പൊളിഞ്ഞു. ഇരുമ്പ് മുറിക്കാനുള്ള ഉപകരണം ഖത്താറിൽ നിന്ന് അവർ കണ്ടെടുക്കുകയും ചെയ്തു. ഖത്താറിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടു. ഒന്നാം ലാഹോർ ഗൂഢാലോചന കേസ് എന്ന പേരിൽ അത് പ്രസിദ്ധമായി. കൊലപാതകം, കവർച്ച, വിപ്ലവം എന്നീ കുറ്റങ്ങളാണ് പിടിയിലായവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടത്. വിചാരണയിൽ 24 പേർക്ക് കോടതി വധശിക്ഷ വിധിച്ചു. അപ്പീലിനെ തുടർന്ന് 14 പേർക്ക് ശിക്ഷ ജീവപര്യന്തം തടവായി കുറച്ചു. ഖത്താർ സിംഗ് ഉൾപ്പെടെ 7 പേരുടെ വധശിക്ഷ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. വധശിക്ഷയിലൂടെ മരണം വരിച്ചാൽ വീണ്ടും ജനിച്ച് എനിക്ക് വീണ്ടും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടാം, വീണ്ടും മരണം വരിക്കുകയും ചെയ്യാം. അങ്ങനെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കും വരെ ജനിച്ചുകൊണ്ടിരിക്കാനും വധിക്കപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നു. കേസിൻ്റെ വിചാരണയ്ക്കിടയിൽ ഖത്താർ സിംഗ് കോടതിയിൽ പറഞ്ഞു. പിന്നീട് അദ്ദേഹം ജഡ്ജിയോട് തുറന്നടിച്ചു, നിങ്ങൾക്കെന്നെ തൂക്കിക്കൊല്ലാനല്ലേ പറ്റൂ. ഞാൻ ജ്വലിപ്പിച്ച സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീജ്വാല ആളിപ്പടരുന്നത് തടയാനാകില്ല. അതിനാൽ മരണത്തെ എനിക്കൊട്ടും ഭയമില്ല. 1915 നവംബർ 16 ലാഹോർ സെൻട്രൽ ജയിലിലെ തൂക്കുമരത്തിലേക്ക് വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഖത്താറിനെ ആരാച്ചാർ ആനയിച്ചു. തൂക്കുമരത്തിൽ നിന്ന് തൂങ്ങിക്കിടന്ന കയർക്കുരുക്കിൽ കെട്ടിപ്പിടിച്ച് ഖത്താർ അവസാന വാക്കുകൾ ഉച്ചരിച്ചു, മാതൃരാജ്യം വിജയിക്കട്ടെ.